പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരായ അനൗൺസ്മെന്റ് വിവാദത്തിൽ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ നോട്ടീസ്. UDFന്റെ പരാതിയിലാണ് ഡെപ്യൂട്ടി കളക്ടർ നോട്ടീസ് നൽകിയത്. വർഷ ഗിരീഷ് വിവരങ്ങൾ ചേർന്നു. വർഷ, അപ്പോൾ അത് കേവലം ആരോപണത്തിനപ്പുറം നിയമവ്യവഹാരങ്ങളിലേക്ക് പോവുകയാണ്. അതോടൊപ്പം അവിടെ UDFന് ഒരു പ്രചരണായുധവുമാവുന്നു. വർഷ, അതെ ഹാഷ്മി, തീർച്ചയായും പേരാമ്പ്രയിൽ എന്തായാലും ഈ അനൗൺസ്മെന്റ് വിഷയം കത്തുകയാണ്. വിദ്വേഷ പ്രചരണത്തിനെതിരെ ഇപ്പോൾ ഇതാ നടപടിയുമായി ജില്ലാ ഭരണകൂടം വന്നിരിക്കുകയാണ്. TP രാമകൃഷ്ണന് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇനി എന്തായിരിക്കും ഇതിലുള്ള TP രാമകൃഷ്ണന്റെ മറുപടി എന്നാണ് അറിയാനുള്ളത്. ഡെപ്യൂട്ടി കളക്ടറാണ് UDFന്റെ പരാതിയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ തുടക്കം മുതൽ തന്നെ TP രാമകൃഷ്ണൻ പറയുന്നത് പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റ് തങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ നോട്ടീസ് കൂടെ ലഭിച്ചതോടുകൂടി കൂടുതൽ ഈ വിഷയം കൂടുതൽ പ്രചരണായുധമാക്കുകയാണ് എന്തായാലും UDF ചെയ്യുക എന്നുള്ള കാര്യം തീർച്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിൽ പേരാമ്പ്രയിൽ മാത്രമല്ല സംസ്ഥാനമൊട്ടാകെ തന്നെ ഈ ഒരു വിഷയം ചർച്ചയായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഇത് കൂടുതൽ ചർച്ചയിലേക്ക് തന്നെ കടക്കുകയാണ്. എന്തായാലും പ്രധാനമായും ഇതൊരു പ്രചരണായുധമാക്കാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. ഇതിൽ 3 പരാതിയായിരുന്നു നൽകിയിരുന്നത്. ഒന്ന് പേരാമ്പ്ര പോലീസിനാണ് പരാതി നൽകിയത്. എന്നാൽ ആ പരാതിയിൽ ഇതുവരെ FIR പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പേരാമ്പ്രയിലെ പോലീസ് അത് മേപ്പയൂർ പരിധിയിലായതിനാൽ മേപ്പയൂർ പോലീസിലേക്ക് മാറ്റിയിരുന്നു. ഇതുവരെ അതിൽ കേസ് എടുത്തിട്ടില്ല എന്നുള്ളത് വലിയ പ്രതിഷേധാർഹമാണെന്ന് ഇന്നലെ തന്നെ തഹ്ലിയയും പ്രതികരിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് കേസെടുക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. മറ്റൊരു പരാതി KSU നൽകിയതാണ്. KSU DGPക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു. ഇതിലും നടപടിയായിട്ടില്ല. ജില്ലാ ഭരണകൂടത്തിന് നൽകിയ ഈ പരാതിയിലാണ് ഇപ്പോൾ നടപടിയായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇവർ പരാതി നൽകിയിരുന്നു. എന്തായാലും കൂടുതൽ കത്തുകയാണ് ഈ ഒരു അനൗൺസ്മെന്റ് വിവാദം എന്നുള്ളതാണ് ആഷ്മി. പക്ഷേ ഇത് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അങ്ങനെ ഒരു വാഹനമുണ്ട്. ആ വാഹനം LDFന്റെ പ്രചരണ വാഹനം തന്നെയാണ്. അതിൽ ഇരുന്ന ഒരാൾ ആ സമയത്ത് തോന്നിയത് പറഞ്ഞായിരുന്നില്ല, അത് റെക്കോർഡായിരുന്നു. അപ്പോൾ നേരത്തെ സ്ക്രിപ്റ്റ് എഴുതി ഓഡിയോ എടുത്തൊക്കെ ആണല്ലോ അത്തരത്തിലൊരു ഓഡിയോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്ലാനിങ് അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സീരിയസ് ആയ അന്വേഷണത്തിലേക്ക് പോവുകയാണോ? ആരാണ് അത് ചെയ്തത് എന്ന് LDF പറയുന്നുണ്ടോ? അത് ചെയ്തത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് സമിതിയുടെ അനുമതിയോടെ ചെയ്തതാണെന്ന് പറയുന്നുണ്ടോ? എന്താണ് കൃത്യമായി ഇതിൽ LDFന്റെ ഒരു പ്രതികരണം? വർഷ, ആഷ്മി, LDF ഇത് ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു വിവാദം വന്നത് മുതൽ LDF ഇതിനെ നിഷേധിക്കുന്ന രീതിയാണ് ഉള്ളത്. ഇതുപോലൊരു വിവാദ പ്രസംഗം അല്ലെങ്കിൽ അനൗൺസ്മെന്റ് തങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് LDF പ്രധാനമായും പറയുന്നത്. അപ്പോഴും ഈ LDFന്റെ വാഹനത്തിൽ നിന്നും ഇത്തരമൊരു പ്രചരണം വന്നതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ ഫാത്തിമ തഹ്ലിയ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് അംഗീകരിക്കാൻ പോലും അല്ലെങ്കിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാൻ പോലും LDF തയ്യാറാകാത്തത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടക്കം മുതൽ ഇതാ ഈ നിമിഷം വരെ ഇപ്പോഴും ഈ LDF TP രാമകൃഷ്ണൻ അതിനെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നാദാപുരത്തൊരു സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ ഒരു പ്രസംഗം റെക്കോർഡ് ചെയ്തതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തഹ്ലിയ മുന്നോട്ട് വെക്കുന്നുണ്ട്. കൃത്യമായി റെക്കോർഡ് ചെയ്ത് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിതെന്നാണ് ഫാത്തിമ തഹ്ലിയ പ്രധാനമായും പറയുന്നതും. പക്ഷേ അപ്പോഴും LDF എന്താണ് നിഷേധിക്കുന്നു എന്നുള്ള കാര്യമാണ് എന്തായാലും മനസ്സിലാകാത്തത്. ഇനിയിപ്പോൾ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടതായി LDFന് വരും. ആഷ്മി, ഓക്കെ. പക്ഷേ എന്തായാലും അതൊരു വർഗീയ പ്രചരണത്തിന് തുടക്കമാണ് എന്നാണ് UDFന് ആരോണോ അതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ LDF ഇപ്പോഴും കൃത്യമായ മറുപടി അതിൽ പറയുന്നില്ല. ഞങ്ങൾ ബന്ധമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.